കുറേ വർഷത്തിന് ശേഷം നമ്മുടെ ചേച്ചി ഇന്നൊന്ന് സ്റ്റേജ് കയറാൻ പോകണം കേട്ടോ. അതിനുള്ള നല്ല ടെൻഷനും പോരാത്തതിന് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. അതിനുള്ള ടെൻഷൻ ചേച്ചിയുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജ് കയറുന്നതിന് മുമ്പുണ്ടായിരുന്ന ടെൻഷനൊന്നും സ്റ്റേജിൽ കയറിയപ്പോൾ കണ്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചേച്ചിയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോണത് വിഷുക്കളി നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ കൂടല്ലൂർ ഭാഗത്തും അതുപോലെ നമ്മുടെ പാലക്കാടിൻ്റെ പല ഭാഗത്തായിട്ടില്ലേ ഈ വിഷുവിന് ശേഷം അവിടെ പല അമ്പലങ്ങളിലും ഇങ്ങനെ വിഷുക്കളിയായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല. ഞാനൊരു കണ്ണൂരുകാരിയായതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വിഷുക്കളി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന് പുറമേയുള്ള അവരുടെ ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ ചെയ്യുന്നത് കാണാനും അതിനുശേഷം അമ്പലത്തിൽ ഈ വട്ടക്കളി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കളി കാണാൻ നല്ല തിരക്കുണ്ട്. നമ്മുടെ പൊറോട്ടം കളി അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ പാലക്കാട്ടിലുള്ള ഒരു ആചാരമാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ വിഷുക്കളി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്ക് പോയി നമ്മുടെ ചേച്ചിയുടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതൊക്കെ ഒന്ന് അഴിച്ചെടുക്കുക കേട്ടോ. ആ അഴിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒറിജിനൽ ഹെയർ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ആ ഒറിജിനലിനെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി ഒറിജിനലായിട്ട് ഇതുപോലെ ഇത്രത്തോളം മുടിയുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പറയണേ. അതിനുശേഷം ഒറിജിനൽ ഹെയറിനെ നമ്മളിങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഹെയർ. നീണ്ട ഇടതൂർന്ന മുടിയൊക്കെ അഴിച്ച് വെച്ചതിന് ശേഷം ഒറിജിനലിലേക്ക് നമ്മൾ അങ്ങോട്ട്